പശ്ചിമേഷ്യൻ സുരക്ഷാ മേഖലയിൽ ഇപ്പോൾ സംഭവിക്കുന്നത് സമാനതകളില്ലാത്ത മാറ്റങ്ങളാണ്. ഒരു വശത്ത് പരമ്പരാഗത സൈനിക ശക്തിയുടെ ഏറ്റവും മികച്ച ഉദാഹരണമായ പോർ വിമാനങ്ങൾ ആകാശത്ത് വട്ടമിട്ട് പറക്കുമ്പോൾ, മറുവശത്ത് കടലിലും കരയിലുമായി നിർമ്മിത ബുദ്ധിയുടെയും ആളില്ലാ കപ്പലുകളുടെയും അദൃശ്യ വലയം തീർക്കുകയാണ് അമേരിക്കയും യുഎഇയും. US സെൻട്രൽ കമാൻഡിന്റെ നേതൃത്വത്തിൽ പശ്ചിമേഷ്യയിലെ സൈനിക താവളങ്ങളിൽ നിന്ന് F-15 യുദ്ധവിമാനങ്ങൾ നിരീക്ഷണ പറക്കൽ ശക്തമാക്കിയതും അബുദാബി കേന്ദ്രീകരിച്ച് ടാലൻ സിനാപ്സ് എന്ന പേരിൽ പുതിയ AI സൈനിക ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ചതുമായ വാർത്തകൾ സൂചിപ്പിക്കുന്നത് വരാനിരിക്കുന്ന പുതിയ യുദ്ധതന്ത്രങ്ങളെയാണ്. മേഖലയിലെ വർദ്ധിച്ചുവരുന്ന സംഘർഷ സാധ്യതകൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് തങ്ങളുടെ സഖ്യരാഷ്ട്രങ്ങൾക്ക് പൂർണ്ണ പിന്തുണ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് അമേരിക്കൻ വ്യോമസേന തങ്ങളുടെ ഏറ്റവും കരുത്തുറ്റ പോർ വിമാനങ്ങളിലൊന്നായ F-15 സ്ട്രൈക്ക് ഈഗിളുകളെ പശ്ചിമേഷ്യൻ ആകാശത്ത് വിന്യസിച്ചിരിക്കുന്നത്. സൗദി അറേബ്യ, ജോർദാൻ എന്നിവിടങ്ങളിലെ തന്ത്രപ്രധാനമായ അമേരിക്കൻ സൈനിക താവളങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഈ വിമാനങ്ങളുടെ പ്രവർത്തനം പുരോഗമിക്കുന്നത്. ശത്രുക്കളുടെ നീക്കങ്ങൾ കൃത്യമായി നിരീക്ഷിക്കുക, വാണിജ്യ സൈനിക വ്യോമപാതകൾക്ക് സുരക്ഷയൊരുക്കുക, പെട്ടെന്നുള്ള ഏതൊരു ആക്രമണത്തെയും പ്രതിരോധിക്കാൻ തക്കവിധത്തിൽ സജ്ജമായിരിക്കുക എന്നിവയാണ് ഈ വിമാനങ്ങളുടെ പ്രധാന ദൗത്യം. ഒരാക്രമണമുണ്ടായാൽ പ്രത്യാക്രമണം നടത്തുക എന്നതിനപ്പുറം ശക്തമായ ഒരു സൈനിക സാന്നിധ്യം അറിയിക്കുക വഴി ശത്രുക്കളെ പിന്തിരിപ്പിക്കുക എന്ന തന്ത്രമാണ് സെൻകോം ഇവിടെ പയറ്റുന്നത്. മണിക്കൂറുകളോളം ആകാശത്ത് തുടരാനും അതിനൂതന റഡാർ സംവിധാനങ്ങളിലൂടെ ശത്രുക്കളുടെ നീക്കങ്ങൾ ഒപ്പിയെടുക്കാനും കഴിവുള്ളവയാണ് F-15 വിമാനങ്ങൾ. മേഖലയിലെ അമേരിക്കൻ സൈനികരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനൊപ്പം തന്നെ ഗൾഫ് മേഖലയിലെ സമാധാന അന്തരീക്ഷം തകർക്കാൻ ശ്രമിക്കുന്ന ബാഹ്യശക്തികൾക്കുമുള്ള ഒരു ശക്തമായ മുന്നറിയിപ്പ് കൂടിയാണ് ഈ വ്യോമ നിരീക്ഷണം. ആകാശത്ത് പരമ്പരാഗത യുദ്ധവിമാനങ്ങൾ കാവലൊരുക്കുമ്പോൾ സാങ്കേതിക വിദ്യയുടെ ഏറ്റവും പുതിയ സാധ്യതകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സുരക്ഷാ സംവിധാനങ്ങൾ കൂടുതൽ കുറ്റമറ്റതാക്കാനാണ് യുഎഇയും അമേരിക്കയും ശ്രമിക്കുന്നത്. ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അബുദാബി ആസ്ഥാനമായി ഈയിടെ പ്രവർത്തനം ആരംഭിച്ച ടാലൻ സിനാപ്സ് എന്ന സംയുക്ത സൈനിക ടാസ്ക് ഫോഴ്സ്. ലോകത്തിൽ തന്നെ ആദ്യമായാണ് രണ്ട് രാജ്യങ്ങൾ ചേർന്ന് നിർമ്മിത ബുദ്ധിക്ക് മാത്രമായി ഇത്തരമൊരു സൈനിക കൂട്ടായ്മ രൂപീകരിക്കുന്നത്. അമേരിക്കയിൽ നിന്നും യുഎഇയിൽ നിന്നുമുള്ള 20ഓളം വിദഗ്ധരാണ് ഈ സംഘത്തിലുള്ളത്. AI, ഡാറ്റാ സയൻസ്, സൈബർ സുരക്ഷ എന്നീ മേഖലകളിൽ പ്രാവീണ്യം നേടിയ ഇവർ ഇനി മുതൽ താൽക്കാലികമായല്ല, മറിച്ച് സ്ഥിരമായി ഒരുമിച്ച് പ്രവർത്തിക്കും. നിർമ്മിത ബുദ്ധിയെ സൈനിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് പുതിയ കാര്യമല്ലെങ്കിലും ടാലൻ സിനാപ്സിന്റെ രീതികൾ തികച്ചും വ്യത്യസ്തമാണ്. സാധാരണയായി കൃത്രിമമായി നിർമ്മിച്ച ഡേറ്റകൾ ഉപയോഗിച്ചാണ് AI സംവിധാനങ്ങൾ പരിശീലിപ്പിക്കാറുള്ളത്. എന്നാൽ ടാലൻ സിനാപ്സ് ഉപയോഗിക്കുന്നത് യുദ്ധമുഖത്തുള്ള യഥാർത്ഥ വിവരങ്ങളാണ്. ഡ്രോണുകളുടെ നീക്കങ്ങൾ, മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ, സമുദ്ര നിരീക്ഷണ ക്യാമറകളിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങൾ എന്നിവയെല്ലാം ഈ നിർമ്മിത ബുദ്ധി സംവിധാനം വിശകലനം ചെയ്യും. മനുഷ്യനേത്രങ്ങൾക്ക് പെട്ടെന്ന് കണ്ടെത്താൻ കഴിയാത്ത സൂക്ഷ്മമായ മാറ്റങ്ങളും ഭീഷണികളും നിമിഷങ്ങൾക്കകം തിരിച്ചറിയാൻ AIക്ക് സാധിക്കും. ഇത് സൈനിക കമാൻഡർമാർക്ക് വളരെ വേഗത്തിൽ തീരുമാനങ്ങൾ എടുക്കാനും അപകടങ്ങൾ ഒഴിവാക്കാനും വലിയ തോതിൽ സഹായകരമാകും. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഉണ്ടായതല്ല ടാലൻ സിനാപ്സ് എന്ന AI കൂട്ടായ്മ. ഇതിന് പിന്നിൽ വർഷങ്ങൾ നീണ്ട പരീക്ഷണങ്ങളുടെയും പഠനങ്ങളുടെയും ചരിത്രമുണ്ട്. 2021 അമേരിക്കൻ നാവികസേനയുടെ 5ാം കപ്പൽപ്പട ബഹ്റൈൻ ആസ്ഥാനമായി രൂപീകരിച്ച ടാസ്ക് ഫോഴ്സ് 51 ഇതിന്റെ തുടക്കം. സമുദ്ര നിരീക്ഷണത്തിനായി ആളില്ലാ കപ്പലുകളും ഡ്രോണുകളും നിർമ്മിത ബുദ്ധിയും സംയോജിപ്പിച്ച് പ്രവർത്തിപ്പിക്കുക എന്നതായിരുന്നു ടാസ്ക് ഫോഴ്സ് 51ന്റെ ദൗത്യം. മാസങ്ങളോളം കടലിൽ തുടരാനും വിശ്രമമില്ലാതെ വിവരങ്ങൾ ശേഖരിക്കാനും ഈ അത്യാധുനിക ഉപകരണങ്ങൾക്ക് സാധിച്ചു. 2023 യുഎഇയും ഈ പരീക്ഷണങ്ങളുടെ ഭാഗമായി. ഇരു രാജ്യങ്ങളുടെയും 5 ആളില്ലാ കപ്പലുകൾ അറേബ്യൻ ഗൾഫിൽ സംയുക്തമായി പരീക്ഷണങ്ങൾ നടത്തി. ക്യാമറകളും സെൻസറുകളും ഘടിപ്പിച്ച് ഈ കപ്പലുകൾ കടലിലൂടെ പോകുന്ന മറ്റ് കപ്പലുകളുടെയും ബോട്ടുകളുടെയും വിവരങ്ങൾ ശേഖരിക്കുകയും AI സംവിധാനങ്ങളുടെ സഹായത്തോടെ സംശയാസ്പദമായ നീക്കങ്ങൾ തിരിച്ചറിയുകയും ചെയ്തു. കള്ളക്കടത്ത്, അനധികൃത ആയുധക്കടത്ത്, മറ്റ് സുരക്ഷാ ഭീഷണികൾ എന്നിവ തടയാൻ മനുഷ്യരെ ഉപയോഗിച്ച് നടത്തുന്ന നിരീക്ഷണത്തെക്കാൾ വളരെ ഫലപ്രദമായാണ് AI സംവിധാനങ്ങൾ എന്ന് ഈ പരീക്ഷണങ്ങൾ തെളിയിച്ചു. ഈ വിജയമാണ് ഇപ്പോൾ ടാലൻ സിനാപ്സ് എന്ന സ്ഥിരം സംവിധാനത്തിലേക്ക് ഇരു രാജ്യങ്ങളെയും എത്തിച്ചത്. ശത്രു വിമാനങ്ങളെയും കപ്പലുകളെയും നേരിടുക എന്നത് മാത്രമല്ല ഇന്നത്തെ കാലത്തെ സുരക്ഷ. ഡിജിറ്റൽ യുഗത്തിൽ വിവരങ്ങൾ ചോർത്താനും ആശയവിനിമയ സംവിധാനങ്ങൾ തകർക്കാനുമുള്ള സൈബർ ആക്രമണങ്ങൾ വലിയൊരു ഭീഷണിയാണ്. പശ്ചിമേഷ്യയിലെ അമേരിക്കൻ കമാൻഡ് സെന്ററുകൾക്കും ഡാറ്റ പ്രോസസ്സിംഗ് കേന്ദ്രങ്ങൾക്കും നേരെ മുൻപ് ഇത്തരം സൈബർ ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട്. അതിനാൽ ടാലൻ സിനാപ്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിലൊന്ന് സൈബർ സുരക്ഷ ഉറപ്പാക്കുക എന്നതാണ്. നിർണായകമായ അടിസ്ഥാന സൗകര്യങ്ങളെ ലക്ഷ്യമിട്ടിട്ടുള്ള സൈബർ ആക്രമണങ്ങളെ അതിവേഗം കണ്ടെത്താനും മനുഷ്യർ ഇടപെടുന്നതിന് മുൻപ് തന്നെ ഓട്ടോമാറ്റിക്കായി അവയെ പ്രതിരോധിക്കാനും AI സംവിധാനങ്ങൾക്ക് കഴിയും. അമേരിക്കൻ സാങ്കേതികവിദ്യയുടെ പൂർണ്ണ പിന്തുണയോടെയാണ് യുഎഇ തങ്ങളുടെ പ്രതിരോധ മേഖലയെ ആധുനികവൽക്കരിക്കുന്നത്. ഈയിടെ യുഎഇയിലെ സ്ഥാപനങ്ങൾക്ക് അത്യാധുനിക AI ചിപ്പുകൾ ലഭ്യമാക്കുന്നതിനുള്ള നിയന്ത്രണങ്ങളിൽ അമേരിക്ക ഇളവുകൾ വരുത്തിയിരുന്നു. ഇത് ടാലൻ സിനാപ്സിന്റെ പ്രവർത്തനങ്ങൾക്ക് വലിയ തോതിൽ കരുത്തു പകരും. പ്രതിരോധ സാങ്കേതികവിദ്യയിൽ സംയുക്ത ശേഷി വികസിപ്പിക്കുന്നതിനുള്ള ഈ സഹകരണം പശ്ചിമേഷ്യൻ സുരക്ഷാ വാസ്തുവിദ്യയിൽ വലിയ മാറ്റങ്ങൾക്കാണ് തിരികൊളുത്തുന്നത്.
ചുരുക്കത്തിൽ കടലിലെ കാറ്റിനും തിരമാലകൾക്കുമിടയിൽ 5 ആളില്ലാ കപ്പലുകൾ തുടങ്ങിയ ഒരു ചെറിയ പരീക്ഷണം ഇന്ന് പശ്ചിമേഷ്യയുടെ സുരക്ഷ നിർണ്ണയിക്കുന്ന വലിയൊരു സൈനിക സഖ്യമായി വളർന്നിരിക്കുകയാണ്. ആകാശത്ത് F-15 പോലെയുള്ള കരുത്തിറ്റ പോർവിമാനങ്ങൾ തീർക്കുന്ന ഭൗതിക സുരക്ഷയും താഴെ കൺട്രോൾ റൂമുകളിൽ ടാലന്റ് സിനാപ്സ് വഴി നിർമ്മിത ബുദ്ധി തീർക്കുന്ന ഡിജിറ്റൽ സുരക്ഷയും ചേരുമ്പോൾ അത് ലോകത്തിന് തന്നെ പുതിയൊരു മാതൃകയാവുകയാണ്. യുദ്ധങ്ങൾ വെടിയുണ്ടകളിൽ നിന്നും മിസൈലുകളിൽ നിന്നും മാറി ഡേറ്റകളുടെയും അൽഗോരിതങ്ങളുടെയും രൂപത്തിലേക്ക് മാറുന്ന പുതിയ കാലത്ത് അതിജീവിക്കാനും സുരക്ഷ ഉറപ്പാക്കാനും സാങ്കേതിക വിദ്യയുടെ അനന്ത സാധ്യതകളെ എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്ന് അമേരിക്കയും UAEയും ലോകത്തിന് കാണിച്ചു കൊടുക്കുകയാണ്. വരും നാളുകളിൽ ഈ സഖ്യം പശ്ചിമേഷ്യയിലെ സൈനിക സമവാക്യങ്ങളെ എങ്ങനെ മാറ്റിമറിക്കുമെന്നത് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.